ഇതിനെ മയക്കുവെടി വെക്കുവാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. അപ്പോൾ ഇത് വളരെ ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ് വനവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം. നേരത്തെ നമുക്ക് അരിക്കൊമ്പൻ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ നേരത്തെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ആനകൾ ഇങ്ങനെ നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടി, ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടി ഏതൊക്കെ തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കിയാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പാക്കേജുകൾ നടപ്പിലാക്കിയാൽ ഇതിനൊരു ഫലം കാണുമെന്നാണ് അങ്ങ് വിശ്വസിക്കുന്നത്? ആനകള് നമ്മളെ മയക്കുവെടി എന്നുള്ള ഒരു പ്രയോഗത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. എനിക്ക് വീണ്ടും വീണ്ടും എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന മയക്കുവെടി, വെടി എന്നുള്ളത് അവിടെ പ്രസക്തേ അല്ല. നമ്മളൊരു ഇഞ്ചക്ഷൻ കൊടുക്കുകയാണ്, അതിന് മയക്കുകയാണ് എന്നുള്ളതാണ്. വെടി എന്ന് പറയുമ്പോഴാണ് ഈ പരിസ്ഥിതി സംരക്ഷകർക്കൊക്കെ ആനയെ വെടിവെച്ച് കൊണ്ടുപോകുന്നു എന്നുള്ള ഒരു ധ്വനി ഉണ്ടാക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അതിനെ നമുക്ക് തൊട്ടടുത്ത് പോയിട്ട് ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് കുറച്ച് ദൂരെ നിന്ന് നമ്മൾ എറിഞ്ഞു പിടിപ്പിക്കുന്നതിന് പകരം ഒരു എന്താ പറയാ, ഒരു പ്രൊജക്ടൈൽ മോഷൻ വഴി അതിന്റെ ശരീരത്തിലേക്ക് ഇഞ്ചക്ഷൻ ചെയ്യുന്നത്. അതിന് നമ്മൾ വെടി എന്ന് പറയുമ്പോഴുണ്ടാകുന്ന ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്ട് ഉണ്ട്. ആളുകൾ അങ്ങനെ ധരിക്കുന്നുണ്ട്, ആനയെ വെടിവെച്ച് കൊണ്ടുപോകുന്നു. ആന വെടിവെക്കല്ല, എന്ന് മയക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇഞ്ചക്ഷൻ എടുക്കുന്നത് പ്രൊജക്ടൈലായിട്ടാണ്. അടുത്ത് പോയിട്ട് ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റാത്തത് ഒന്നത്. രണ്ടാമത്തെ കാര്യം, ആനകൾ പുറത്തേക്ക് വരിക എന്ന് പറയുന്നത്, ആനകൾ വളരെ ബുദ്ധിയുള്ള ജീവിയും കൂടിയാ. കുറെ കൂടി മറ്റു തരത്തിലുള്ള കഴിവുകളൊക്കെയുള്ള ജീവികളാണ്. നമുക്കറിയാം, ആന മതിലുകളൊക്കെ കെട്ടുന്നതൊക്കെ പൊളിക്കാൻ അവർക്കറിയാം. വൈദ്യുത വേലികൾ എങ്ങനെ പൊളിക്കണമെന്നറിയാം. അപ്പോൾ ഓരോരോ ആദ്യ ഘട്ടങ്ങളിൽ വളരെ സക്സസ് ആയിട്ടുള്ള പല രീതികളും പിന്നീട് അതിന് മറികടക്കാനുള്ള വഴികൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആനകൾ വരുന്നതിന് എല്ലാ വനങ്ങളുടെ ചുറ്റിലും വലിയ വേലികളും അതേപോലെ കിടങ്ങുകളും കെട്ടുക എന്നുള്ളത് അത്ര പ്രായോഗികമല്ല. അത്രയധികം വലിയൊരു എമൗണ്ട് വേണ്ടതാണ്. ഇപ്പോൾ ആറളം പോലെയുള്ള സ്ഥലത്ത് അത് കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നു. വീണ്ടും വലിയ തോതിൽ പൈസ ഇറക്കിയിട്ടാണ് ഇപ്പോഴും നമുക്ക് അവിടെ ഒരു മതിൽ കെട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രൊജക്ട് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ആനകൾ വരിക എന്നുള്ളത് നമുക്ക് തടയാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആനകളുടെ എണ്ണം കൂടുക, അല്ലെങ്കിൽ അവരുടെ ഭക്ഷണ ലഭ്യതയുടെ പ്രശ്നങ്ങൾ വരിക ഒക്കെ വീണ്ടും തുടർന്ന് കൂടുതൽ അളവിലേക്ക് ആണ് വരാൻ പോകുന്നത്. അതിന് ഉള്ള ഒരു ദീർഘകാലത്തിലുള്ള പദ്ധതികളൊക്കെ ആലോചിക്കേണ്ടി വരും. നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ ആനകൾ എത്തിക്കൊണ്ടിരിക്കുക. ആനകൾ മാത്രമല്ല, മറ്റു മൃഗങ്ങളൊക്കെ. അപ്പൊ ഒന്നുകിൽ ക്യാരിയിങ് കപ്പാസിറ്റിനെ പറ്റിയിട്ട് നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ധാരണ വേണം. ഇതേപോലെ ആന, കേരളത്തിലെ ആന, തമിഴ്നാട്ടിലെ ആന, കർണാടകത്തിലെ ആന നമുക്ക് പറയാൻ പറ്റില്ല. അതായത് ഈ 3 സ്റ്റേറ്റുകളും കൂടി ചേർന്നിട്ടുള്ള ഒരു വളരെ വിശാലമായിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മുടെ നീലഗിരി ബയോസ്ഫിയർ. എല്ലാ ആനകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും. ഇവിടുന്ന് ആന്ധ്ര വരെയൊക്കെ ആന പോകുന്നുണ്ട്. അപ്പോഴ് ഒരു സ്റ്റേറ്റിന്റെ ആന എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ആനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാടിലേക്ക് കൂടി പോയിക്കൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്? അതിനെ എല്ലാ 3 സ്റ്റേറ്റുകളും കൂടി ചേർന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. താൽക്കാലികമായിട്ട് നമ്മൾക്ക് ഇപ്പോഴേ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക എന്നുള്ളത് സ്റ്റേറ്റിന്റെ ബാധ്യതയാകുന്നതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ആളുകൾക്ക് ആർക്കും ജീവാപായം വരാതെയോ അതുപോലെ കൃഷി പോലെയുള്ള നശിപ്പിക്കാതെയോ ഒക്കെ ആനയെ എവിടെ നിന്നും മാറ്റാനുള്ള നടപടികളിലേക്ക് പെട്ടെന്ന് പോവുക. അതിനുള്ള നിലവിലുള്ള മാർഗം കുങ്കിയാനകളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ റീലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രം. അങ്ങനെ ഒരിക്കൽ നമ്മൾ പിടിച്ച ഒരു ആന തന്നെയാണല്ലോ ഇത്. അപ്പൊ വീണ്ടും അത് വന്നും പോയൊക്കെ ഇരിക്കും. ഈ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു പ്രശ്നമാണിത്. നമുക്ക് അത്ര പെട്ടെന്നൊന്നും ഇതിന് പരിഹാരം ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല.